ചുക്കൻ ചാടി പോകുന്നുണ്ടോ? ഇതിൻ്റെ പേരാണ് നക്ഷത്രപ്പുളി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇതിന് ആനപ്പുളിച്ചിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇത് ജാതിക്കയാണ് കേട്ടോ. ഇഷ്ടം പോലെ ജാതിക്ക ഇങ്ങനെ കാച്ചി കിടപ്പുണ്ട്. ഇത് കാട്ടിൻ്റെ അകത്തേക്ക്, അതായത് നമ്മൾ ഈ മലയിലേക്ക് പോകുന്ന വഴി നിൽക്കുന്നതാണ്. ഇവിടെ നിറച്ച് കാരക്കാമരവും കാരക്കയൊക്കെ നിറച്ച് കാച്ചി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പഴുത്തിട്ടില്ല, പാകമായി വരുന്നതേ ഉള്ളൂ. നിറച്ച് കാച്ചി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മുകളിലാണ് ഏറ്റവും. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നെല്ലിക്കാമലയിലേക്കാണ്. നെല്ലിക്കാമല നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അമ്പൂരിയുടെ തൊട്ടടുത്താണ് വരുന്നത് ഈ നെല്ലിക്കാമല. കൊടപ്പനമൂട് അമ്പൂരി ആ ഭാഗത്താണ് നെല്ലിക്കാമല വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇത് കൊടപ്പനമൂടാണ്. അപ്പോൾ കൊടപ്പനമൂട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെല്ലിക്കാമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കൊടപ്പനമൂട് കഴിഞ്ഞ് അമ്പൂരിയിലേക്ക് പോകുന്ന റോഡ് വഴിയാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ട്രിവാൻഡ്രത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 42 കിലോമീറ്റർ അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നെല്ലിക്കാമലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 42 കിലോമീറ്റർ അടുപ്പിച്ച് വരുന്നുണ്ട്. ഈ കാണുന്ന പള്ളിയുടെ കുറച്ച് അപ്പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. CSA നെല്ലിക്കാമല എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിൻ്റെ അതുവഴിയാണ് നമുക്ക് മുകളിലോട്ട് കയറി പോകേണ്ടതായിട്ട്. നമുക്ക് കാണാം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വരെ, കുറച്ച് മുകളിൽ വരെയൊക്കെ ബൈക്കും വണ്ടിയൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ. നടന്നു പോകാനായിട്ട് വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. ഇതാണ് CSA നെല്ലിക്കാമല എന്ന് പറഞ്ഞ ചർച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനിയും പോകണം. ഈ കുരിശടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്, ഇനി നമ്മൾ പോകുന്നത് നെല്ലിക്കാമലയിലേക്കാണ്. നമ്മളിതാ പോകുന്ന വഴിക്ക് ഇട സൈഡ് കാണുന്ന ആ പാറയില്ല, കുഞ്ഞു പാറ. ആ കുഞ്ഞു പാറയുടെ മുകളിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. വളരെ നല്ലൊരു കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങറ്റം കാണുന്ന ഇമ്മാനുവൽ കോളേജാണ് കേട്ടോ, വാഴ്ചൽ. നമ്മൾ പോകുന്ന വഴി ഒരു കുങ്കുമപ്പൂവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് കുങ്കുമപ്പൂവാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി നോക്കും. നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും ഇതിൻ്റെ പേരെന്താണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് കുങ്കുമപ്പൂവെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇഷ്ടം പോലെ കാഴ്ച കിടപ്പുണ്ട്. ഇതിൻ്റെ പേര് എന്തെങ്കിലും അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കുങ്കുമപ്പൂവല്ല, മറ്റെന്തെങ്കിലും പേര് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഇവിടെ വീടുകളെ കാണാനായിട്ട് സാധിക്കും. കൂടുതലും ആൾതാമസമില്ലാത്ത വീടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പം ഒരു ബോർഡ് കാണാവുന്നതാണ്. ഇതിൽ 2 ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് നെല്ലിക്കാമല വ്യൂ പോയിൻറ്റും പിന്നെ ഒന്ന് ആംല ഹിൽസ് എന്ന് പറഞ്ഞൊരു ബോർഡ്. അങ്ങനെ 2 ബോർഡ് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ നേരെ പോയത് നെല്ലിക്കാമല വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ മാവും പ്ലാവും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഏത് സൈഡ് നോക്കിയാലും ഈ മാവും പ്ലാവും ഒക്കെ ഇവിടെ കൂടെ കാണാവുന്നതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകും തോറും. ഈ കാണുന്നതാണ് നക്ഷത്രപ്പുളി. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്ന ആനപ്പുളിച്ചിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ നിറച്ച് കാഴ്ച നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇത് കാണാവുന്നതാണ്. ഇഷ്ടം പോലെ ഇവിടെ കാഴ്ച കിടപ്പുണ്ട്. ഈ സൈഡിലൊക്കെ ഒരുപാട് കാഴ്ച കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മളിതിൽ നിന്ന് 2 പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പോകുന്ന വഴി കണ്ടതാണ് ഇതാണ് ജാതി മരമാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ ഇത് നിൽക്കുന്ന ഈ ജാതി മരമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിറച്ച് കായൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജാതിക്ക നിറച്ച് കാഴ്ച കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിറച്ച് കാഴ്ച കിടപ്പുണ്ട്. പക്ഷേ ഇത് പാകമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നിറച്ച് കാഴ്ച കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്കാമലയിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കണ്ടില്ല, നിറച്ച് കാഴ്ച കിടപ്പുണ്ട്. ചൊക്കം കടിച്ചിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. മാങ്ങ കണ്ടില്ല, ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ചൊക്കം കടിച്ചിട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ധാരാളമായിട്ട് ചൊക്കനെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടം പോലെ കാണുവാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ഒരു പൊളിഞ്ഞ വീട് കിടപ്പുണ്ട്. അപ്പോൾ ഈ വീട്ടിൻ്റെ മുകളിൽ മൊത്തം ചൊക്കനാണ് കേട്ടോ. നമുക്ക് കാണാനായിട്ട് കഴിയും, മൊത്തം ചൊക്കനാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു അപ്പൂപ്പൻ താടിയുണ്ട്. കണ്ടില്ലേ, ഒരു അപ്പൂപ്പൻ താടിയിൽ ഇവിടെ നിറച്ച് ഇങ്ങനെ പാറി നടപ്പുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഒരു വീട്, പൊട്ടിപ്പൊളിഞ്ഞൊരു വീടിൻ്റെ അവിടെയാണ് എത്തുന്നത്. അവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. മാവ് മാത്രമല്ല, അവിടെ ഒരു പേരയും ഒരു ജാമ്പയും നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടത് സൈഡിലൂടെ നമുക്ക് പോകാം, വല സൈഡല്ല, ഇടത് സൈഡിലൂടെ വേണം നമുക്ക് നെല്ലിക്കാമലയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ നെല്ലിക്കാമല കയറുമ്പോഴത്തേക്ക് ആ കാടിൻ്റെ ഒരു ഭംഗി നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും. ഒരു കാട്ടിൽ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നതായിരിക്കും. വളരെ നല്ല കാഴ്ചകളാണ്. അപ്പോൾ നെല്ലിക്കാമല നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കാണുന്ന വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇപ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന വീടിൻ്റെ സൈഡിൽ ഒരു ജാമ്പ നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ ജാമ്പയാണ് കേട്ടോ ഇത്. ഇതിൽ ജാമ്പയ്ക്കൊന്നുമില്ല കേട്ടോ. ജാമ്പയ്ക്ക് ഒന്ന് പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്ലാവ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അത് വരിക്ക പ്ലാവാണെന്ന് തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വരിക്കച്ചക്ക നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ താഴെയൊക്കെ തൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഇത് കടിച്ചിട്ട്, ചൊക്കം കടിച്ചിട്ട് ഇട്ടതിൻ്റെ ബേസ്റ്റും അല്ലാതെ പഴുത്ത് തൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നെല്ലിക്കാമല എത്താറായിട്ട് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ള നെല്ലിക്കാമല എത്താൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങ് അകത്തേക്ക് കുറച്ചും കൂടെ നടന്നപ്പോഴേക്കും കറക്റ്റ് ഒരു കാടിൻ്റെ ഒരു ഫീലാണ് കേട്ടോ. കാരണം ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിൽ ഫുള്ള് ഒരു കാടിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നെല്ലിക്കാമല എന്നാണ് പേരെങ്കിലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു നെല്ലിക്ക പോലും നെല്ലിക്കാമരം പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നേരത്തേക്ക് നെല്ലിമരം ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊന്നും കണ്ടിട്ടില്ല കേട്ടോ നെല്ലിമരം. എനിക്ക് തോന്നുന്നു നെല്ലിക്ക പോയിട്ട് ബാക്കി എല്ലാ ഐറ്റംസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ചക്ക കണ്ടു, മാങ്ങ കണ്ടു, അതുപോലെ തന്നെ കാരയ്ക്ക കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കാര. പിന്നെ അത് മാത്രമല്ല നമ്മൾ വന്ന വഴിക്ക് നമ്മൾ ജാതിക്ക കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നെല്ലിക്ക മലയുടെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലത്തെ ഭാഗത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക മലയുടെ ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മലകളും കുന്നുകളും ഒക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നതായിരിക്കും. കുറച്ച് നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഒരുവിധപ്പെട്ട പുല്ലുകളെല്ലാം ഇവിടെ ഉണങ്ങി കരിഞ്ഞ് കിടപ്പുണ്ട് ഈ പോകുന്ന വഴിക്കൊക്കെ. നമുക്ക് നോക്കിയാൽ കാണാം, ചില മരങ്ങളൊക്കെ ഉണങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല വെയിലടിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുന്നുകളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇതിൻ്റെ കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങി നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നമ്മളപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. നമ്മളിതിൻ്റെ മുകളിൽ, നമ്മൾ കയറിയതിൻ്റെ മുകളിൽ മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ നെല്ലിക്ക മലയുടെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ കറക്റ്റ് ഒരു കാടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ മാതാമല കയറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുനിച്ചി മലയൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫീല് വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ, അതായത് നെല്ലിക്ക മല നമ്മൾ കയറി മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കാടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീല് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അത് നമുക്ക് കയറി നോക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. കറക്റ്റ് ഒരു കാടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണങ്ങി നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉണങ്ങി നിൽപ്പുണ്ട്. പക്ഷേ അത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഉണങ്ങി നിൽക്കുന്ന. നമ്മളിപ്പോൾ നിൽക്കുന്ന നെല്ലിക്കാമലയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നെല്ലിക്കാമല എന്ന് പേര് മാത്രമേ ഉള്ളൂ, നെല്ലിക്കയൊന്നും കാണാനില്ല. അപ്പോൾ നേരത്തേക്ക് നെല്ലി ഉണ്ടായിരുന്നായിരിക്കും, ഇപ്പോൾ നെല്ലിയൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ കാരമരം നിൽപ്പുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു കാരമരം നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിറച്ച് കാരക്കയൊക്കെ കാഴ്ച കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, കാരക്കയൊക്കെ നിറച്ച് കാഴ്ച കിടപ്പുണ്ടല്ലോ. പഴുത്തിട്ടില്ല, അങ്ങനെ പാകമായി പറഞ്ഞേ ഉള്ളൂ. കണ്ടില്ലേ, നിറച്ച് കാഴ്ച കിടപ്പുണ്ട്, നിറച്ച്. നെല്ലിക്കാമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം വന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് നെല്ലിക്കാമലയിൽ. കാരണം നമുക്ക് കാട്ടിൻ്റെ അകത്തൂടെ വരുന്ന ഒരു ആ ഫീലിങ്സും കറക്റ്റ് നല്ല ഫീലിങ്സൊക്കെ കിട്ടുന്നതായിരിക്കും. പറഞ്ഞ വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകളും കാണാനായിട്ട് സാധിക്കും. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലേക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.